ജനങ്ങൾക്ക് വേണ്ടത് എന്താണ്? ഒന്ന് വികസനമാണ് വേണ്ടത്. ഈ പ്രാവശ്യം നരേന്ദ്രമോദി സർക്കാരിൻ്റെ കഴിഞ്ഞ 10-11 വർഷത്തെ റിസൾട്ട് എന്താ? നമ്മൾ വികസനം വീടിൻ്റെ അകത്തെത്തിച്ചു എന്നുള്ളതാണ്. ഗ്യാസ് കണക്ഷനായിട്ടാണെങ്കിലും പൈപ്പ് വെള്ളമായിട്ടാണെങ്കിലും ഇലക്ട്രിസിറ്റി ആയിട്ടാണെങ്കിലും നിങ്ങൾക്ക് ഈ പിന്നെ കൃഷി ചെയ്യുന്നവർക്ക് ഉള്ള 2000 രൂപ വെച്ച് കൊടുക്കുന്നുണ്ടല്ലോ. ഇതൊക്കെയാണെങ്കിലും അവർക്ക് വീട്ടിൽ കൊണ്ടെത്തിച്ച് കൊടുക്കുക, അവർക്ക് നേരിട്ട് അവരുടെ അക്കൗണ്ടിലെത്തുക. ഈ അക്കൗണ്ടിലെത്തുന്നത് നമുക്ക് തടയാൻ പറ്റിയിരുന്നു. ഒരു ചെറിയ കാലഘട്ടത്തിൽ ഇപ്പോൾ കിസാൻ സമ്മാൻ പദ്ധതിയില്ലേ, കിസാൻ സമ്മാൻ പദ്ധതിയുടെ ഒരു രസകരമായ ഇതാണ് എനിക്ക് ഓർമ്മ തന്നെ. കിസാൻ സമ്മാൻ പദ്ധതി വരുന്ന കാലത്ത് UDFകാരും LDFകാരും അന്ന് നാട്ടിൽ ഇത് ആരോട് ചോദിച്ചാലും ആരെങ്കിലും പറയുന്നുണ്ടോ ഞാൻ കിസാൻ സമ്മാൻ പദ്ധതിയുടെ പൈസ വാങ്ങാൻ പോകുന്നു? ഒരാളും പറയുന്നില്ല. ആളുകൾ വളരെ എളുപ്പം പറയും ഞാൻ മോദിയുടെ പൈസ മേടിക്കാൻ പോകുന്ന അല്ലേ, മോദിയുടെ പൈസ മേടിക്കാൻ പോകുന്ന ആളുകൾ പറയുന്നത്. മോദിയുടെ പൈസ മേടിക്കാൻ പോകുന്ന ഇത് കേൾക്കുമ്പോൾ ആർക്കാ? LDFകാരന് UDFകാരനൊക്കെ പ്രശ്നമുണ്ട്. അവർ മോദിയുടെ പൈസ മേടിക്കണ്ട. കാരണം ഈ കേന്ദ്ര സർക്കാരൊക്കെ തരുന്ന പൈസയ്ക്കൊരു പ്രശ്നമുണ്ട്. നിങ്ങളുടെ സർവേ നമ്പർ അവിടെ കൊടുക്കണം. ഈ സർവേ നമ്പർ കൊടുത്തു കഴിഞ്ഞിട്ട് പലപ്പോഴായിട്ട് പൈസ തരും. ഇതെല്ലാം കൂടെ ഒന്നിച്ചൊരു ദിവസം ഒരു തിരിച്ചു ചോദിക്കലുണ്ട്. അന്ന് തിരിച്ചു ചോദിച്ചിട്ട് നിങ്ങൾക്ക് അടയ്ക്കാൻ പറ്റില്ലെങ്കിൽ ഈ വീടും പറമ്പൊക്കെ ജപ്തി ആയിരിക്കും എന്ന് ഈ പാർട്ടിക്കാർ നാട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആളുകളൊന്ന് പേടിച്ചു, നാട്ടിൻ പ്രദേശത്ത് ആളുകൾ പേടിച്ചു പോയി. പക്ഷേ ഈ മലയാളിക്ക് എപ്പോഴും ഒരു സ്വഭാവം ഉണ്ടല്ലോ, ഈ കറണ്ട് പോയാൽ അപ്പുറത്തെ വീട്ടിൽ പോയെന്ന് നോക്കുമല്ലോ. ആദ്യം അപ്പുറത്തെ വീട്ടിൽ പോയാൽ അവനൊരു കുഴപ്പമില്ല, എന്നാൽ പിന്നെ നീ മറ്റേ എമർജൻസി എടുത്തോ, കത്തിച്ചോ, ചോറ് വിളമ്പിക്കോ, ഇപ്പം തന്നെ നമുക്ക് കിടക്കാം എന്നാ പറയുന്നത്. മലയാളി അപ്പുറത്തെ ചേട്ടൻ പോകുന്നുണ്ട്, ഇപ്പുറത്തെ ചേട്ടനും പോകുന്നുണ്ട്. അപ്പം പോകുമ്പോൾ അവൻ്റെ വീടും പോകും, എൻ്റെ വീടും പോകും. മനസ്സിലായില്ലേ? ഒരുമിച്ച് റോഡിൽ കിടക്കാം, കുഴപ്പമില്ല, അതിനവന് കുഴപ്പമില്ല. ഫീലിംഗ് മുഴുവൻ അയലൊക്കെ നോക്കിയിട്ടാണല്ലോ ചെയ്യുന്നത്. മലയാളി എന്ത് ചെയ്ത് നേരെ പോയി, എന്നാലും കുഴപ്പമില്ല, കിട്ടുന്ന 2000 ആദ്യം മേടിക്കാമെന്ന് വെച്ച് ഇവർ പോയി മേടിച്ചു, എല്ലാവരും മേടിച്ചു. ഇത് പോയി മേടിച്ചതിന് ശേഷം ഏറ്റവും അവസാനം പോയ ആളുകളാണ് ഈ നാട്ടിലെ LDFകാരും UDFകാരും. അത് ഞങ്ങൾ രസകരമായി ഞങ്ങൾ വട്ടം കൂടി ഇരിക്കുമ്പോൾ പറയാറുണ്ട്. ഈ മീശമാധവനിൽ ഈ ജഗതി സരസുവിനെ കാണാൻ പോകുന്നില്ലേ, അതുപോലെ ഓടി അവിടെ ചെല്ലുമ്പോൾ നമ്മളെങ്ങാനും കണ്ട ഒരു പുരുഷു എന്നെ അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞാണ് നിൽക്കുന്നത്. ഇതാണ് ഈ കേരളത്തിൽ ഈ LDF UDFും ഈ ചെറിയ രീതിയിൽ ചെറിയ മനസ്സോടുകൂടി ഇടപെടുകയും അതിനു വേണ്ടി അവരങ്ങ് ഇപ്പം ഞാനിതങ്ങ് പറഞ്ഞാൽ ഇപ്പം അങ്ങ് ശരിയാവുന്ന വിചാരം, അങ്ങനെയൊന്നും ശരിയാവില്ല. ആ കാലമൊക്കെ പോയി. ഇപ്പോൾ അവർ പറയണം അങ്ങനെ ജപ്തി ചെയ്യുമെന്ന് പറഞ്ഞാൽ വീട്ടിലെ പിള്ളേർ സമ്മതിക്കുമോ? ഒന്നും മിണ്ടാരി അച്ഛാ, വെറുതെ അങ്ങനെ ജപ്തി ചെയ്യണേ, ഇതങ്ങനെയുള്ളതല്ല. അവർ നെറ്റെടുത്ത് നോക്കും. മറ്റേത് ഒരു രാഷ്ട്രീയ നേതാവ് പറയുന്നതാണ് ആ നാട്ടിലെ വാക്ക്, അതാണ് വിശ്വസിക്കുന്നത്. ഇന്നങ്ങനെയല്ല. ഇന്ന് മക്കൾ മൊബൈലെടുത്ത് നോക്കും, നോക്കിയിട്ട് ഇതെന്താന്ന് നോക്കും, ഇത് ഇന്നതാണ്, ഒരു കുഴപ്പമില്ല, പോയി മേടിച്ചു എന്ന് പറയും. ഇതാണ് സ്ഥിതി. അപ്പോൾ ഇത് തിരിച്ചറിയാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് മനസ്സിലാകാത്തതുകൊണ്ടാണ് അവർ ഈ നാട്ടിൽ നാട് ഭരിക്കുന്നവർക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റും ഈ നാട്ടിൽ രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞാൽ BJPക്ക് ഒരു സീറ്റ് കിട്ടിയത്. ഞങ്ങൾക്ക് 2 പേർക്കും ഓരോ സീറ്റാണ് കിട്ടിയത്. അപ്പോൾ വേറൊരു പ്രശ്നമുള്ളത്, അവർക്ക് ഒരു സീറ്റ് കിട്ടിയത് വലിയ തോൽവിയും ഞങ്ങൾക്ക് ഒരു സീറ്റ് കിട്ടിയത് വലിയ വിജയമാണ്. അതിലൊരു പ്രത്യേകതയുണ്ട്, 1-1 അതുകൊണ്ട് തിരിച്ചറിവോടുകൂടി തന്നെ വേണം ഈ പുതിയ കാലത്തെ രാഷ്ട്രീയത്തെ വീക്ഷിക്കാനും അതിനോടൊപ്പം യാത്ര ചെയ്യാനും. ആ തിരിച്ചറിവ് നമുക്കുണ്ടായാൽ നമുക്ക് രാഷ്ട്രീയപരമായി നമുക്ക് മുന്നേറാം. ജനങ്ങളെ ബോധ്യപ്പെടുത്തി മാത്രമേ ഒരാൾക്ക് മുന്നേറാൻ പറ്റുള്ളൂ, അല്ലാതെ ഒരാൾക്ക് മുന്നേറാൻ പറ്റില്ല.